ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതിങ്ങനെ ആദ്യം പിടിപ്പിച്ചുകൊണ്ട് എത്ര കാലം മുന്നോട്ട് പോകുന്ന ഗോപാലേട്ടൻ പറയുന്നത്? എനിക്ക് താങ്ങാവുന്നതിലും ഭാരം ഞാനിപ്പോ താങ്ങുന്നുണ്ട്. ശാരദേ, ഞാനിങ്ങനെ ഓടി നടക്കുന്നതേ ഉള്ളൂ. ഉള്ളിൽ വല്ലാത്തൊരു വിങ്ങൽ വെച്ചോണ്ട് തന്നെയാ പോകുന്നത്. പക്ഷെ ഞാനത് പുറത്ത് കാണിക്കുന്നില്ല എന്ന് മാത്രം. എന്നെ വേദനിപ്പിക്കുന്നത് അതൊന്നുമല്ല ഗോപാലേട്ടാ. കുറ്റം ചെയ്തത് നമ്മളാ, ശിക്ഷ അനുഭവിക്കേണ്ടത് നമ്മളാ. നമ്മുടെ കൺമുന്നിലൂടെ ഇതിന്റെ പേരിൽ ഓടി നടക്കുന്നത് നമ്മുടെ മക്കളല്ലേ. അതെനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത കാര്യ. എല്ലാം എല്ലാവരെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നിന്നോട് ആരാ പറഞ്ഞത്? അങ്ങനെയൊന്നും ആർക്കും ഇവിടെ ജീവിക്കാൻ പറ്റില്ല. എല്ലാവരുടെ ഉള്ളിലും ചെറിയ ചെറിയ കള്ളങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ടാവും. അങ്ങനെയൊരു കള്ളമാണ് നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ ഉള്ളത്. അത്ര മാത്രം ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മതി. ചുമ്മാ ആദ്യം ചിന്തിച്ച് ഉറക്കം കളഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്റെ മക്കൾ ഇങ്ങനെ രാത്രിയില്ല പകലില്ല എന്നും പറഞ്ഞു ഓടുമ്പോ ഞാൻ എങ്ങനെ സുഖമായിട്ട് ഇരിക്കുമെന്ന് ഗോപാലേട്ടൻ പറയുന്നേ? ശാലിനിക്കോ വിഷ്ണുവിനോ ഒരു സ്വസ്ഥതയില്ല. എല്ലാം നമ്മള് കാരണമാന്ന് ഓർക്കുമ്പോ എല്ലാ കുറ്റങ്ങളും ഏറ്റു പറഞ്ഞ് തൂക്ക് കയറെങ്കിൽ തൂക്ക് കയറ്, അതോടെ എല്ലാം തീരുമല്ലോ. എന്നാ ചെന്നെല്ലാം തുറന്നു പറ. എന്നിട്ട് എല്ലാവരുടെയും ജീവിതം അങ്ങ് തകർക്ക്. നീ ഞാനും ജയിലിലായ നീ ഇപ്പൊ പറഞ്ഞ നിന്റെ എന്റെ മക്കൾക്ക് സ്വസ്ഥത ഉണ്ടാകും തോന്നുന്നുണ്ടോ? ഒരിക്കലും ഉണ്ടാവില്ല. അച്ഛനും അമ്മയും ജയിലിൽ കിടക്കുന്ന കാര്യം ഓർത്തായിരിക്കും പിന്നെ അവർ സങ്കടപ്പെടുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? വലിയൊരു ഭാരവും താങ്ങി എനിക്കിങ്ങനെ മുന്നോട്ട് പോവാൻ വയ്യ. ഞാൻ ചത്തുപോവും. ഇതിപ്പോ കൂനമ്മ കുരു പോലെ ഒന്നിനു പുറകെ ഒന്നായി ഓരോരോ പ്രശ്നങ്ങൾ വന്നോണ്ടിരിക്കുക. ഇങ്ങനെ പോയ എന്നായാലും പുറത്തറിയും. പിന്നെ എന്തിനാ ഗോപാലേട്ടാ നമ്മളിങ്ങനെ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നേ? ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു, ചെയ്യാനുള്ളതൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ പലപ്പോഴും വിചാരിക്കും ഏത് നേരം കെട്ട നേരത്താണോ ഇങ്ങോട്ട് കയറി വരാൻ തോന്നിയെന്ന്. അന്ന് അങ്ങനെ വന്നോണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നിങ്ങൾ ആ സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഞാനും ആ പെങ്കൊച്ചും ആരെങ്കിലും ഒരാൾ മരിച്ചേനെ. അത്രയ്ക്ക് കലിതുള്ളിയാവാൻ നിന്നിരുന്നത്. ഹോ, ഇന്നിപ്പോ എനിക്ക് തോന്നുക അന്ന് എനിക്കെന്തേലും ഒന്ന് സംഭവിച്ചാ മതിയായിരുന്നു. നീറി നീറി മരിക്കണ്ടായിരുന്നല്ലോ. ഇപ്പൊ ശരിക്കും ഞാനാണ് തെറ്റുകാരൻ. അല്ലെങ്കിൽ എനിക്കിത് വേണം. ജീവിതത്തിൽ എടുത്തു പറയാൻ പറ്റുന്ന നല്ല പ്രവൃത്തികളൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ. ചെയ്തതിനൊന്നൊരു നല്ല വാക്ക് ഇന്നുവരെ എനിക്ക് കിട്ടിയിട്ടുമില്ല. ശാരദേ, നിന്റെ രക്ഷയോർത്താ ഞാൻ ഈ ഓട്ടം മുഴുവൻ ഓടിയതും ആ ബോഡി ഒളിപ്പിച്ചതും നിന്നെ ജയിലിൽ കയറ്റാതിരിക്കാൻ വേണ്ടിയാ. പക്ഷെ അത് നീ മനസ്സിലാക്കുന്നില്ലെങ്കിൽ പിന്നെ ഞാനിനിയിപ്പോ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? പറയണമെങ്കിൽ പോയി പറ. എന്നിട്ട് നമുക്ക് ആ വാതിക്കെ ഇരിക്കാം. ഇനിയുള്ള കാലം ജയിലിൽ തന്നെ കഴിയാം. മതിയോ? ഗോപാലേട്ട നമുക്ക് കീഴടങ്ങാം. ഇനി നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകണ്ട. ഗോപാലേട്ടൻ വന്നില്ലെങ്കിൽ ഞാൻ പോയി പറയാം നസീറിനെ കൊന്നത് ഞാനാണെന്ന്. ഇവളിത് ശ്വാസം ഒന്ന് വലിച്ചു വിട്ടെ.